ഹലോ ഗായ്സ്, അപ്പോൾ ഈ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഇതൊരു കാവടിയാണ് കേട്ടോ. അപ്പം ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ കൊണ്ടുപോവാണ്. അപ്പം നമ്മുടെ ഇവിടെ ഇടമുട്ട അമ്പലത്തിൽ ഉത്സവം ആകുമ്പോഴേക്കും തൈപ്പൂയ മാസത്തിലാണ് ഉത്സവം കേട്ടോ. അപ്പോൾ ആ സമയത്തിന് കുറച്ച് നാൾ മുന്നേ ഇതേപോലെ ഊര് സഞ്ചരിച്ച് നടക്കും. അപ്പോൾ ഇതിന് ഊര് സഞ്ചാരം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഓരോ വീടുകളോളം ഇങ്ങനെ ഇതേപോലെ കാവടിയും ചിന്തുപാട്ടും ഭസ്മത്തൊട്ടൊക്കെ ആയിട്ട് കുറച്ച് ആളുകൾക്ക് കൂടി ഓരോ വീടുകൾ ഇങ്ങനെ കയറി പോകും. നമ്മൾ പണ്ട് പഴനിക്കൊക്കെ പോകുമ്പോഴേക്കും കണ്ടിട്ടില്ലേ, ഊര് ചുറ്റി ഊര് സഞ്ചരിച്ചൊക്കെ പോകുന്നത്, ഇങ്ങനെ ഭസ്മത്തട്ടും അരഹരോ എന്നൊക്കെ വിളിച്ച് പോവില്ലേ, അതേപോലെ തന്നെയാണ് ഇതും. ചേട്ടനിപ്പം നമ്മളോട് കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട് ഇവിടെ ഊര് സഞ്ചാരം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്, ഒരു ആചാരമുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് പകലല്ല, രാത്രിയാണ്. ഇപ്പം ഇതിന് 9-10 മണിക്കൊക്കെയാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത് കേട്ടോ. നമ്മളപ്പോൾ കേട്ടപ്പോൾ തന്നെ പറയുന്നുണ്ട് നമുക്കും അത് കാണണം എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഇവരോട് പറഞ്ഞപ്പോൾ ഇവർക്ക് കാണണം, കാവടി കാണണം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് നമ്മൾ രാത്രിയാണെങ്കിലും ഇറങ്ങിയത്. അപ്പോൾ ഈ രാത്രി പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനി മാറാത്തത് കൊണ്ട് തന്നെ പോയ പനികൾ വീണ്ടും തിരിച്ചു വരികയും സൗണ്ട് വന്നതൊക്കെ തിരിച്ച് പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു സഞ്ചാരം എന്ന് കേട്ടപ്പോൾ തൊട്ട് ഇത് ഇൻട്രസ്റ്റോടെ തന്നെയാണ് കാത്തിരുന്നത് കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു വീട്ടിൽ കയറി കുറച്ച് നേരം പാട്ടൊക്കെ പാടി കാവടി ആടി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വീട്ടിലേക്ക് പോകും. അവിടെ ഇതേപോലെ കുറച്ച് നേരം പാട്ട് പാടി കാവടിയൊക്കെ ആടിയിട്ട് പിന്നെ വേറൊരു വീട്ടിലേക്ക്, അങ്ങനെയാണ് ഊര് സഞ്ചരിച്ച് പോകുന്നത്. അപ്പോൾ രണ്ടാൾക്കും എന്താ ഇൻട്രസ്റ്റ് ആയത് കാരണം എന്താ അവിടെ അപ്പം കണ്ട ഒരാളാണ്, ആളുടെ കയ്യിൽ കൈയൊക്കെ പിടിച്ച് പോവുകയാണ് കേട്ടോ. നമ്മളൊന്നും വേണ്ടാതായി. എനിക്കപ്പോൾ അടുത്തേക്ക് പോകാൻ പറ്റാത്തത് കാരണം ഞാൻ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ നിന്നിട്ട് കാര്യമില്ലാതെ തോന്നിയിട്ടാണെന്ന് തോന്നുന്നത്. അപ്പം അതിനോട് അടുത്ത് നിൽക്കുന്ന ആളുകളുടെ കൂടെ തന്നെയാണ് അവർ പോകുന്നത്. രണ്ടാളും എന്നെപ്പറ്റി ഓർക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാതെ ആകുമ്പോഴേക്കും ഇവരെന്നോട് നിർബന്ധിക്കുകയാണ്, അമ്മ നമുക്ക് അവിടെ പോയി നിൽക്കാം. ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോനെ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് സ്വാമിയുടെ അടുത്തേക്ക് വരാൻ പറ്റൂലെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്തായാലും അമ്മയുടെ അടുത്ത് നിന്നിട്ട് കാര്യമില്ലാന്ന്. അപ്പോൾ കാവടിയോടും ഇതിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന ആളുകളുടെ കൂടെ പോയി നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കാണെങ്കിൽ ഇത് കുറച്ച് ദിവസത്തിനുള്ളിൽ കഴിയുകയും ചെയ്യും. അതുകൊണ്ടാണ് വേഗം ഈ ഒരു ദിവസം തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. അമ്പലവുമായി ബന്ധപ്പെട്ട് 4 ശാഖകളാണ് ഉള്ളത്. അപ്പോൾ ഇത് കഴിമ്പ്രം ശാഖയാണ്. അപ്പോൾ നമ്മൾ കഴിമ്പ്രം ശാഖയുടെ കൂടെയാണ് ഇത് കണ്ടു പോകുന്നത്. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ, ഈ കാവയുടെ കൂടെയും ഈ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഒപ്പം പോകാനായിട്ട്. അപ്പോൾ രണ്ടാളും നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. കണ്ടില്ലേ, കൈയൊക്കെ കൊട്ടുന്നത് കണ്ടില്ലേ. അപ്പോൾ അവർക്ക് രണ്ടാൾക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ പോവാന്ന് പറഞ്ഞാൽ അയ്യോ പോകണ്ട, ഇപ്പോൾ പോകണ്ടെന്ന് തന്നെയായിരുന്നു. നമ്മൾ 1-2 വീട്ടിൽ കയറണമെന്ന് കണ്ടിട്ട് പോകാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇവരാണ് സമ്മതിക്കാതെ നമ്മൾ ആ കഴിയുന്നത് വരെ ഒപ്പം കൂടെ ഉണ്ടായിരുന്നത് കേട്ടോ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും പറ്റി. നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ആദ്യം കാണേണ്ടത്. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റി, ഇവരെ കാണിക്കാനും പറ്റി. പൂരമൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെയും എപ്പോൾ വേണമെങ്കിലും കാണാം. അവിടെ നടക്കുമ്പോഴേക്കും നമുക്ക് കൂടെ ഒന്ന് പോയി കാണാൻ പറ്റും. പക്ഷേ ഇത് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. ഇത് ഇപ്പോൾ എങ്ങനെ ഉണ്ടാവും, എവിടെ ഉണ്ടാവും എന്നൊക്കെ പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്തായാലും പോയി കാണാമെന്നൊക്കെ പറഞ്ഞ് രാത്രിയാണെങ്കിലും ഇറങ്ങിയത്. തൊണ്ടേക്കയുടെ സൗണ്ടൊക്കെ അത് കാരണം തന്നെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് വിഷയമായിട്ടല്ലാതെ മാറി.
ഒരു വീട്ടിലേക്ക് കയറിയപ്പോഴേക്കും അവിടുത്തെ പട്ടിയാണെങ്കിൽ ഭയങ്കര കുര, നല്ല കുരയായത് കാരണം നമുക്ക് അങ്ങോട്ട് കയറാനേ തോന്നൂലായിരുന്നു. നമ്മളാ ഒന്ന് തുറന്ന് കിട്ടിക്കഴിഞ്ഞാൽ കടിച്ച് കീറി കൊല്ലാന്നുള്ള രീതിയിലായിരുന്നു അവിടെ പട്ടി നിന്നിരുന്നത്. അതുകൊണ്ട് പിന്നെ അവിടെ കയറാതെ നമ്മൾ വേറൊരു വീട്ടിലേക്ക് വന്നു. അപ്പോൾ അതാ നമ്മുടെ കാവടി ഒന്ന് നോക്കിയേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ ഒരു അമ്പലത്തിൽ ഉത്സവം പോലെ തന്നെയുണ്ട് ആ കാവടി കാണാൻ, നല്ല ലൈറ്റൊക്കെ കൂടി വന്നപ്പോഴൊക്കെ. അങ്ങനെ അവിടെ നിന്ന് ഓരോ വീടുകൾ കയറി നമ്മളങ്ങനെ പോവുകയാണ്. അപ്പം 4 ശാഖകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് ശ്രീമുരുക ശാഖയാണ്. ആദ്യം നമ്മൾ സഞ്ചാരത്തിന് പോയത് കഴിമ്പ്ര ശാഖയുടെ കൂടെ. അപ്പം നമ്മൾ റോഡിൽ കൂടി ഇങ്ങനെ കാവടി പോണത് കണ്ടപ്പോഴേക്കും വിചാരിച്ചേ ഇല്ല നമ്മുടെ വീട്ടിലേക്ക് വരുമെന്ന്. നല്ല ഡ്രസ് കോഡിലൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന പൈസ ദക്ഷിണയായിട്ട് ഭസ്മത്തട്ടിൽ കൊടുത്തിട്ട് അവർ അടുത്ത വീട്ടിലേക്ക് സഞ്ചരിച്ച് പോവുകയായി. അപ്പോൾ ചാനൽ ഇഷ്ടമായി ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടാവണം. ഇനി ഇതുപോലത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.